അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ പങ്കാളികളിൽ ഒന്നാണ് റഷ്യ. സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ ഇന്ത്യയുടെ പ്രതിരോധ, സാമ്പത്തിക, നയതന്ത്ര മേഖലകളിൽ റഷ്യയുടെ സഹകരണം നിർണായകമായിരുന്നു. എന്നാൽ ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ സ്വാധീനം വർദ്ധിച്ചപ്പോൾ ഈ ബന്ധത്തിന് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടത്തിൽ ഈ വെല്ലുവിളികൾ അതിന്റെ ഏറ്റവും ഉയരത്തിലെത്തി. എങ്കിലും ഈ സമ്മർദ്ദങ്ങളെ മറികടന്ന് റഷ്യയുമായുള്ള സൗഹൃദം കൂടുതൽ ദൃഢമാക്കാനുള്ള ഇന്ത്യയുടെ ഉറച്ച നിലപാട് ആഗോള ശക്തികൾക്ക് ഒരു പാഠമാണ്. ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ അടിത്തറ ദശാബ്ദങ്ങളുടെ ചരിത്രവുമാണ്. സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽക്കേ സൈനിക സഹകരണത്തിലും സാങ്കേതികവിദ്യ കൈമാറ്റത്തിലും റഷ്യ ഇന്ത്യയുടെ പ്രധാന സ്രോതസ്സായിരുന്നു. ഇന്ത്യയുടെ സൈനിക ആവശ്യങ്ങളുടെ 60% റഷ്യയിൽ നിന്നാണ് ഇപ്പോഴും എത്തുന്നത്. വ്യോമയാന മേഖലയിലെ യുദ്ധവിമാനങ്ങൾ, നാവികസേനയുടെ അന്തർവാഹിനികൾ, കരസേനയുടെ ടാങ്കുകൾ തുടങ്ങിയ ആയുധശേഖരത്തിന്റെ നട്ടെല്ല് റഷ്യൻ നിർമ്മിതമാണ്. എന്നാൽ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ഈ ബന്ധത്തെ സംശയത്തോടെ വീക്ഷിച്ചു. അമേരിക്കയുടെ ആഗോള താൽപര്യങ്ങൾക്ക് റഷ്യ ഒരു ഭീഷണിയാണെന്ന് അവർ വിശ്വസിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങളെ പിന്തിരിപ്പിക്കാൻ അവർ പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നുമുണ്ട്. ട്രംപിന്റെ നയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്ക ഫസ്റ്റ് എന്നതായിരുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുക, തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുക എന്നിവയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. ഇന്ത്യയുടെ കാര്യത്തിൽ ട്രംപ് ഭരണകൂടം വലിയ സമ്മർദ്ദവും ചെലുത്തി. റഷ്യയിൽ നിന്ന് S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം അമേരിക്കയെ ചൊടിപ്പിച്ചു. ഇത് ഇന്ത്യയുടെ സൈനിക സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടും റഷ്യൻ സൈനിക സാമഗ്രികൾ വാങ്ങുന്നത് ഉപേക്ഷിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം കാറ്റ്സ് നിയമപ്രകാരം ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭരണകൂടം ഭീഷണിപ്പെടുത്തി. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ഈ ഭീഷണികൾക്ക് വഴങ്ങിയില്ല. ഇന്ത്യയുടെ വിദേശ നയം ഒരു മൂന്നാം രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് കീഴ്പ്പെടില്ലെന്ന് സർക്കാർ ഉറച്ച നിലപാടെടുത്തു. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്ന് മോദി സർക്കാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ S-400 കരാറുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇത് റഷ്യയുമായുള്ള ദീർഘകാല ബന്ധത്തിന് ഇന്ത്യ എത്രമാത്രം മൂല്യം നൽകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന വിഷയത്തിലും സമാനമായ സാഹചര്യമുണ്ടായി. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. ട്രംപിന്റെ ഭരണകൂടം ഇന്ത്യക്കെതിരെ 25% നികുതി ഏർപ്പെടുത്തുമെന്നും റഷ്യയുമായുള്ള ബന്ധത്തിന് അനിശ്ചിതമായ ശിക്ഷ നൽകുമെന്നും ഭീഷണിപ്പെടുത്തി. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ട്രംപ് അതിനെ സ്വാഗതം ചെയ്തു. എന്നാൽ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഉടൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. വില, ലഭ്യത, സാമ്പത്തിക ലാഭം തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ചാണ് എണ്ണ ഇറക്കുമതിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അല്ലാതെ ഒരു രാജ്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തു. ട്രംപിന്റെ ഭീഷണികൾക്ക് മറുപടിയായി ഇന്ത്യ നയതന്ത്ര നീക്കങ്ങളിലൂടെ തങ്ങളുടെ നിലപാട് കൂടുതൽ വ്യക്തമാക്കാനുള്ള ശ്രമങ്ങളും നടത്തി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വിദേശകാര്യമന്ത്രി S ജയശങ്കറും റഷ്യ സന്ദർശിച്ചത് ഇതിന് ഉദാഹരണമായി പറയാം. ഈ സന്ദർശനങ്ങൾ അമേരിക്കയുടെ എതിർപ്പുകൾക്കിടയിലും ഇന്ത്യ റഷ്യ ബന്ധം എത്രമാത്രം ശക്തമാണെന്ന് തെളിയിക്കുന്നു. പ്രതിരോധ മേഖലയിൽ മാത്രമല്ല, മറ്റു മേഖലകളിലും ഇന്ത്യ റഷ്യ സഹകരണം ശക്തമാണ്. ആണവോർജം, ബഹിരാകാശ ഗവേഷണം, സാമ്പത്തിക സഹകരണം എന്നിവയിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ആശ്രയിക്കുന്നുമുണ്ട്. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. ബഹിരാകാശ ഗവേഷണത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ട്രംപിന്റെ ഭരണകാലത്ത് F-35 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാൻ ശ്രമിച്ചിരുന്നു. റഷ്യൻ വിമാനങ്ങൾ വാങ്ങുന്നതിന് പകരം തങ്ങളുടെ വിമാനങ്ങൾ വാങ്ങണമെന്നായിരുന്നു ട്രംപിന്റെ താല്പര്യം. എന്നാൽ മോദി സർക്കാർ ഇതിന് താല്പര്യം കാണിച്ചിരുന്നില്ല. F-35 വിമാനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ച് അമേരിക്കയുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കിയതും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് എത്രത്തോളം വ്യക്തമായിരുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഇന്ത്യയുടെ ഈ ഉറച്ച നിലപാടിന് ഒരു പ്രധാന കാരണം നരേന്ദ്രമോദിയുടെ വിദേശ നയമാണ്. അദ്ദേഹം എല്ലാ രാജ്യങ്ങളോടും സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ സൗഹൃദങ്ങൾ ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാകാത്ത രീതിയിലായിരിക്കണം എന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. വിവിധ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ അവയുടെ സ്വന്തം മെറിറ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മൂന്നാമതൊരു രാജ്യത്തിന്റെ കണ്ണിലൂടെ അതിനെ കാണരുതെന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന ഇതിന് അടിവരയിടുന്നുമുണ്ട്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ വരും മാസങ്ങളിൽ ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് ഈ ബന്ധത്തിന്റെ പ്രാധാന്യം വീണ്ടും വർദ്ധിപ്പിക്കുന്നു. ഇത് 2021 ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പര്യടനമാണ്. ട്രംപിന്റെ എതിർപ്പുകൾക്കും ആഗോള സമ്മർദ്ദങ്ങൾക്കും ഇടയിൽ ഇന്ത്യ റഷ്യ ബന്ധം തകരില്ലെന്നും കാലം തെളിയിച്ച ഈ സൗഹൃദം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ വിദേശ നയം അതിന്റെ പരമാധികാരം, തന്ത്രപരമായ സ്വയംഭരണവും ഉയർത്തിപ്പിടിക്കുന്ന ഒന്നുകൂടിയാണ്. റഷ്യയുമായുള്ള ബന്ധം നിലനിർത്താനുള്ള ഇന്ത്യയുടെ തീരുമാനം വെറും നയതന്ത്രപരമായ നീക്കം മാത്രമല്ല, രാജ്യത്തിന്റെ ചരിത്രപരമായ ബന്ധങ്ങളെയും ദേശീയ താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രതിജ്ഞാബദ്ധത കൂടിയാണ്. ഈ നിലപാടുകൾ ഭാവിയിലും ഇന്ത്യയുടെ വിദേശ നയത്തിന് വഴികാട്ടിയാകും.